അപ്പൊ എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം. ജോസ് മോസസ് കിച്ചൺ. ഇന്ന് ഞാൻ എല്ലാവർക്കും അറിയാവുന്ന ഒരു സാധനമാണ്, നുറന്നല്ലേ, നെല്ലിക്ക. ആദ്യം തിന്നുമ്പോ നല്ല കയ്പാ, അതിന് ഇച്ചിരി വെള്ളം കുടിച്ചാൽ നല്ല മധുരം. അത് ഉപ്പിലിടാൻ എല്ലാവർക്കും അറിയാം, അത് ഉപ്പിലിടാനായിട്ട്. അതാണ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. പക്ഷെ ഒരു കാര്യം ഉണ്ടായില്ല, അത് കഴിഞ്ഞിട്ട് ഞാൻ ആ ഉപ്പിലിട്ട നെല്ലിക്കും വെച്ച് ഒരു ചോറ്, ഒരു ടിഫിൻ ബോക്സ് ചോറ്, അതും ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഫുള്ളായിട്ട് വീഡിയോ കാണാൻ മറക്കരുത് കേട്ടോ. പിന്നെ മറക്കല്ലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട്, പിന്നെ ആ നോട്ടിഫിക്കേഷൻ ബട്ടൺ ഒന്ന് അമർത്തിയേക്കണേ. അപ്പൊ തുടങ്ങില്ല നമ്മള്. നമുക്ക് നെല്ലിക്ക ഉപ്പിലിടാം അല്ലേ? ഉപ്പിൽ തന്നെ ഇട്ടേക്കാം നമുക്ക് ഇതേപോലത്തെ ഒരു ചട്ടി എടുക്കാം കേട്ടോ. ഉപ്പ്, വെള്ളം, നമുക്ക് നെല്ലിക്ക വെള്ളത്തിൽ ചേർക്കാം കേട്ടോ. നമുക്കത് കുറച്ച് നേരം ആ വെള്ളത്തിൽ, ഉപ്പുള്ള വെള്ളത്തിൽ ഇട്ട് വെക്കാം കേട്ടോ. നമുക്ക് വേറൊരു പാത്രം എടുക്കാം കേട്ടോ. ഇതേപോലത്തെ വെള്ളം, നമുക്ക് മിളക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ആ ഉപ്പ് വെള്ളത്തിൽ ഇട്ട് കുറച്ച് നേരം ഇരിക്കട്ടെ കേട്ടോ. നമുക്ക് ഇതിൻ്റെ വെള്ളം മൊത്തം നന്നായി തുടച്ച് നന്നായിട്ട് ഡ്രൈ ആയിട്ട് എടുക്കാം കേട്ടോ. നമുക്ക് ഇതേപോലെ ഒരു ഫോർക്ക് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് കുത്തി കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് എരിവും പുളിയും മിളകും എല്ലാം പിടിച്ചോളും നന്നായിട്ട്. നമുക്കൊരു കത്തി വേച്ച് ഇങ്ങനെ സ്ലിറ്റ് ചെയ്ത് കൊടുക്കും ചെയ്യാട്ടോ. വേണമെങ്കിൽ നമ്മുടെ മിളകും അതും ഇതേപോലെ ഡ്രൈ ആയിട്ട് എടുക്കാം കേട്ടോ. വെള്ളം പാടില്ല ഒട്ടും. നമുക്ക് മിളകിനെ രണ്ടാക്കി ഇടാട്ടോ. നമുക്ക് ഇതേപോലെ പാത്രത്തിൽ വെള്ളം വെച്ച് ചൂടാക്കാം കേട്ടോ. നമ്മുടെ വെള്ളം നന്നായിട്ട് ചൂടായിട്ട് കേട്ടോ. നമുക്ക് നമ്മുടെ നെല്ലിക്ക അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ഇളക്കിണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിന്റെ തീ കൊണ്ട് ഓഫ് ചെയ്യാം കേട്ടോ. അതൊന്ന് നന്നായിട്ട് തണുക്കട്ടെ കേട്ടോ. നമുക്ക് കുറച്ചുകൂടി വെള്ളം ഇനി ചൂടാക്കാം കേട്ടോ. നമുക്ക് ഇഞ്ചിനെ ഒന്ന് സ്ലൈസ് ചെയ്യാം. നമുക്കിങ്ങനെ ക്രഷ് ചെയ്യാം. നമുക്ക് ഇതേപോലത്തെ ഒരു കുപ്പി എടുക്കാം കേട്ടോ. നമുക്ക് അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് അതിലേക്ക് മിളക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ നെല്ലിക്ക അങ്ങനെ തണുക്കണ്ട കേട്ടോ. നമുക്ക് ആ ഗൂസ്ബെറി നമുക്ക് കുപ്പിലേക്ക് ചേർക്കാം കേട്ടോ. നമുക്ക് ആ ചൂടായ വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് അതിലേക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്കത് കവർ ചെയ്യാം കേട്ടോ. നമുക്കൊന്ന് നന്നായിട്ടൊന്ന് കുലുക്കാട്ടോ.
അപ്പോൾ ആ മുളകും ഉപ്പും എല്ലാം നന്നായിട്ട് മിക്സ് ആവട്ടെ. ഇഞ്ചി ഫൈനായിട്ട് ചോപ്പ് ചെയ്യാം കേട്ടോ. നമുക്ക് നമ്മുടെ പച്ചമുളക് രണ്ടാക്കി ഇങ്ങനെ സ്ലിറ്റ് ചെയ്ത് കേട്ടോ. നമ്മുടെ ഉപ്പിലിട്ട നെല്ലിക്ക ഇങ്ങനെ ഫൈനായിട്ട് സ്ലൈസ് ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് ചോറുണ്ടാക്കി തുടങ്ങിയാലോ. ആ നെല്ലിക്ക ഉപ്പിലിട്ട് വെച്ചിട്ട് നമുക്ക് ഇതേപോലത്തെ ഒരു ചട്ടി വെക്കാം കേട്ടോ. ചെറിയ ചൂടിൽ ഓൺ ചെയ്യാം കേട്ടോ. നമുക്ക് നല്ലെണ്ണ ചേർത്ത് തുറക്കാം കേട്ടോ. കടുക്, നമുക്ക് ഉഴുന്ന്, കടലപ്പരിപ്പ്, ജീരകം, കപ്പലണ്ടി, നമ്മുടെ ചുമപ്പ മുളക് ഇങ്ങനെ കീറിയിടാട്ടോ. നന്നായിട്ട് ഇളക്കി ആ കടുക് ഒന്ന് പൊട്ടട്ടെ കേട്ടോ. നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. പച്ചമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം കേട്ടോ. മൂടി ഇളക്കി കൊടുക്കാം കേട്ടോ. നമുക്ക് കറിവേപ്പില ഇളക്കി മൂടി കൊണ്ട് മൂക്കട്ടെ കേട്ടോ. നമുക്ക് അതിലേക്ക് കായം, നമ്മുടെ മഞ്ഞൾ നന്നായിട്ട് മൂത്തുണ്ട് കേട്ടോ. നമ്മുടെ ഉപ്പിലിട്ട നെല്ലിക്ക ഒന്നിട്ട് ഇളക്കാട്ടെ. നമുക്ക് വെള്ളം ഉണ്ടല്ലോ, അതൊന്ന് ചെറുതായിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്കൊന്നുകൂടി മിക്സ് ചെയ്യാം. അത് കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. ഞാൻ ഈ റെസിപ്പിയിൽ എല്ലാം നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ കുത്തിരി വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ബസ്മതിയോ വേറെ റൈസ് വെച്ച് വേണമെങ്കിലും ഇത് ഉണ്ടാക്കാം. പക്ഷെ ഇത് സിമ്പിളാണ്, ഈസിയാണ്. ഒരു 5 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് റെഡിയാക്കാം. റൈസ് നിങ്ങളുടെ വീട്ടിൽ എപ്പോഴും പോലെ ഇത് നമ്മൾ ഉണ്ടാവും. വേറെ ടേസ്റ്റിലേക്ക് വരുത്താനും പിന്നെ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടാവും നമ്മൾ നെല്ലിക്ക. അപ്പൊ അതും വെച്ചിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. നമ്മുടെ ചൂടൻ ചോറ് നമുക്ക് അതിലേക്ക് നല്ല ചൂടൻ ചോറാണ് ചേർത്ത് കൊടുക്കാം കേട്ടോ. കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് കട്ടല്, ആവശ്യത്തിന് ഉപ്പ്. ഇത് കഴിഞ്ഞാൽ നമുക്ക് മിക്സ് ചെയ്യാം കേട്ടോ.
അപ്പൊ നമ്മുടെ നെല്ലിക്ക ചോറ് സാദം റെഡി ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ആലോചിക്കുന്നത് ഞാൻ ടിഫിന് ഏറ്റവും നല്ല സാധനമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ടിഫിനിൽ തന്നെ ഈ സാധനം റെഡി ആക്കണേ. അതിന്റെ കൂടെ ഒരു പപ്പടവും. ഓക്കെ, ക്രിസ്പ് പപ്പടം അതിന്റെ കൂടെ നന്നായിട്ട് പോകും. അപ്പൊ ടേസ്റ്റ് നോക്കല്ലേ? നമ്മുടെ കയ്യെന്ന് വെച്ചിരുന്നാണ് നല്ല ടേസ്റ്റ്. ഓ, സ്മെല്ല് അടിപൊളിയുണ്ട്. ആ ജിഞ്ചിൽ ഓയിലിന്റെ സ്മെല്ലുണ്ടല്ലോ, അതും നമ്മുടെ ഇഞ്ചിയുടെ പച്ചമുളകിന്റെ സ്മെല്ല് നന്നായിട്ട് വരുന്നുണ്ട്. ടേസ്റ്റ് നോക്കാം. നെല്ലിക്കയുടെ എരിവും പുളിയും പിന്നെ ആ കപ്പലൻ്റെ ഇടയ്ക്ക് കടിക്കുമ്പോൾ അത് വേറൊരു ടേസ്റ്റിലേക്ക് മാറുന്നുണ്ട്. പിന്നെ എല്ലാ ഫ്ലേവേഴ്സും നന്നായിട്ട് മിക്സ് ആയി നല്ല നമ്മുടെ കടുകിന്റെ എല്ലാത്തിൻ്റെയും തിന്നു തുടങ്ങി കഴിഞ്ഞാൽ നിർത്തില്ല. അപ്പം തിന്നുമെങ്കിൽ തിന്നണ്ടേ, ആസ്വദിച്ചിങ്ങനെ ആസ്വദിച്ച്. പിന്നെ മറക്കാതിരിക്കുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എന്താണ്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബൈ. പുതിയ റെസിപ്പി ആയിട്ട് ഇനി ഞാൻ വരും. ബൈ.